വിധി കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോൾ തന്നെ അയാള് എന്റെ കടയ്ക്ക് അകത്തൂടി അതിക്രമിച്ച് കയറി അകത്തുനിന്നും പൂട്ടിട്ടു, പുറത്തുനിന്നും പൂട്ടിട്ടു. ഒരുപാട് പ്രാവശ്യം ഇതിന്റെ പേരിൽ ഞാൻ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതാണ്. എനിക്ക് ഒരു ആനുകൂല്യവും കോടതിയുടെ ഒരു നീതിയും കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് ഇനി ഇത് വെറുതെ വെച്ചോണ്ടുന്ന എന്റെ ഉപജീവന മാർഗമാണ്. എനിക്ക് കട തുറന്നേ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇയാളെ എക്സ് മിലിറ്ററി എന്ന് പറയുന്നു, എനിക്കറിയില്ല ഇയാൾക്ക് അവിടെ എന്തായിരുന്നു പോസ്റ്റ് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഒരു എക്സ് മിലിറ്ററിക്കാരനായിരുന്ന ആളുടെ ഭാഗത്തുനിന്നും ഇങ്ങനെയാണോ ഒരു സർക്കാരിന് മറുപടിയായിട്ട് കിട്ടേണ്ടത്? ഞാനിപ്പോ നിൽക്കുന്നത് കാച്ചാണിയിലാണ്. കാച്ചാണിയിൽ പാത്തൂസ് കിച്ചൺ എന്നൊരു ഹോട്ടൽ നടത്തുകയായിരുന്ന വീട്ടമ്മയെ വളരെ ബലം ചേർന്ന് ഈ കട പൂട്ടുകയും 3 വർഷത്തോളമായി ഇവിടെ ഈ ഒരു ഹോട്ടൽ നടത്തുകയായിരുന്നു ഈ വീട്ടമ്മ. പക്ഷേ ഓണർ പെട്ടെന്ന് തന്നെ കട ഒഴിഞ്ഞു കിടക്കണമെന്ന് പറഞ്ഞ് ഈ കട ഒരു ദിവസം വന്ന് താഴിട്ട് പൂട്ടുകയും പിന്നീട് തുറന്ന് നൽകാത്തൊരവസ്ഥയും വന്നു. പിന്നീട് കോടതിയെ സമീപിച്ച് കോടതിയിൽ നിന്ന് തുറന്ന് പ്രവർത്തിക്കാം എന്നുള്ള ഉത്തരവ് നൽകിയിട്ട് പോലും പോലീസ് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് ഉത്തരവ് നൽകി കഴിഞ്ഞാൽ പോലീസ് വേണ്ട നടപടികൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇപ്പോൾ പല കാരണങ്ങളാൽ പോലീസ് അത് തഴഞ്ഞു വിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ വീട്ടമ്മയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്തിനാണ് ചേച്ചി ഇപ്പൊ ഹോട്ടലിൽ അടച്ചുപൂട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്താണ് സംഭവിച്ചത്? മാറണമെന്ന് ഓണർ പറഞ്ഞു. അപ്പൊ കുറച്ച് സാവകാശം വേണം, കാലതാമസം വേണമെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ പുള്ളി തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ കുറെ കാശ് ചെലവാക്കിയിട്ടുണ്ട്, 3-4 ലക്ഷം രൂപയോളം ഷോപ്പിനകത്ത് ചെലവാക്കിയിട്ടുണ്ട്. അത് 5 വർഷത്തേക്ക് തരാമെന്നുള്ള ഇയാളുടെ വാക്കാലാണ്, ഓണറിന്റെ വാക്കാലാണ് ഞാനത് പണി ചെയ്തത്. അപ്പോ ഇപ്പൊ ഉടനെ മാറണമെന്ന് പറഞ്ഞാൽ എനിക്ക് അത് നഷ്ടപരിഹാരം ഒന്നുകിൽ തരണം, അല്ലെങ്കിൽ കുറച്ച് സാവകാശം തരണമെന്ന് ചോദിച്ചു. ഇപ്പൊ 2 വർഷം, ഇതിപ്പോ 3-ാമത്തെ വർഷമാണ്. അപ്പൊ കാലതാമസം തരാൻ അയാൾ തയ്യാറല്ല, പിന്നെ എനിക്ക് കാശും തരാൻ തയ്യാറല്ല. അപ്പോൾ ഞാൻ കോടതിയിൽ പോയി, കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. കേസ് ഫയൽ ചെയ്തിട്ട് ഇപ്പോ ഇതിനിടയ്ക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം പോലീസ് സ്റ്റേഷനിലൊക്കെ ഇയാളെ നിരന്തരം എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു. കാരണം വെള്ളം അയാളുടെ വീട്ടിൽ നിന്നാണ് തണ്ടുകൊണ്ടിരുന്ന വെള്ളം കട്ട് ചെയ്തു. പിന്നെ ഇലക്ട്രിസിറ്റിയുടെ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയി. ഞാനാണ് ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ അടയ്ക്കുന്നത്. ഇലക്ട്രിസിറ്റിയുടെ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയി. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്റ്റാഫുകളൊക്കെ നിരന്തരം അയാൾ വന്നിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ കോടതിയിൽ പോയിട്ട് കോടതിയിൽ ഇപ്പൊ വിധി എനിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. കട നടത്തുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പാടില്ല, ഇലക്ട്രിസിറ്റിയോ വെള്ളമോ വാട്ടറോ ഒന്നും കട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള വിധി വന്നിട്ടുണ്ട്. വിധി കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോൾ തന്നെ അയാള് എന്റെ കടയ്ക്ക് അകത്തൂടി അതിക്രമിച്ച് കയറി അകത്തുനിന്നും പൂട്ടിട്ടു, പുറത്തുനിന്നും പൂട്ടിട്ടു. ഞാൻ ഒരു ദിവസം ചൊവ്വാഴ്ച അടച്ചിട്ട് പോയതാണ്, ബുധനാഴ്ച എനിക്ക് ഓഫാണ്. വ്യാഴാഴ്ച ഞാൻ വന്നപ്പോൾ സ്റ്റാഫ് കട തുറക്കാൻ വേണ്ടി വന്നപ്പോൾ അകത്തുനിന്നും പൂട്ടിയിരിക്കുന്നു, പുറത്തുനിന്നും പൂട്ടിയിരിക്കുന്നു. അപ്പോഴത്തെ എന്റെ നിലനിൽപ്പാണ്, കടയെന്ന് പറഞ്ഞാൽ എന്റെ നിലനിൽപ്പാണ്, എന്റെ ഉപജീവന മാർഗമാണ്. അത് പെട്ടെന്ന് പൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 2 മക്കളാണ്, എനിക്ക് ജീവിക്കാൻ വേറെ നിവർത്തിയില്ല. അങ്ങനെ പെട്ടെന്ന് വിധി എന്തെങ്കിലും പെട്ടെന്നാവണമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ അങ്ങനെ അപേക്ഷിച്ചു. അപ്പൊ കോടതിയിൽ നിന്ന് വിധി വന്നിട്ടുണ്ടായിരുന്നു, ഷോപ്പ് തുറക്കാം, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പാടില്ല, അവസാന വിധി വരുന്നതിലേക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതെന്ന് കോടതിയിൽ നിന്ന് വിധി വന്നു. വിധി വന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തപ്പോ സ്റ്റേഷനുകാർ പറയുന്നത് അവർക്ക് ഇതിൽ ഇടപെടാൻ പറ്റില്ല, അവരിതിൽ ഇടപെടില്ല, അയാളുടെ അടുത്ത് പറയാമെന്നേ ഉള്ളൂ, അല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അയാളെ വിളിച്ചു ഇടപെടുന്നില്ല. അവര് വിളിച്ചു എന്ന് പറയുന്നു, അയാൾ തുറന്നു തരാൻ പറഞ്ഞു, അയാൾ തുറന്നു തരില്ല എന്ന് പറയുന്നു. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഞാനൊരു സ്ത്രീയല്ലേ, എനിക്ക് പഠിച്ചു പൊട്ടിച്ചൊന്നും അകത്ത് കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർക്ക് പോലീസുകാർ ഇടപെട്ട് തുറന്നു തരേണ്ടല്ലേ, അവർ തുറന്നു തരുന്നില്ല. അപ്പൊ ഇതിനെന്തെങ്കിലും നിയമപരമായിട്ട് കോടതി നിയമപരം കിട്ടുമെന്ന് പറഞ്ഞ് കോടതിയിൽ പോയത്. അപ്പൊ കോടതി വിധി വന്നിട്ടും പോലീസുകാർ ഇടപെടുന്നില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള പ്രതികരണമാണ്. ഒരുപാട് പ്രാവശ്യം ഇതിന്റെ പേരിൽ ഞാൻ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതാണ്. എനിക്ക് ഒരു ആനുകൂല്യവും കോടതിയുടെ ഒരു നീതിയും കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് ഇനി ഇത് വെറുതെ വെച്ചോണ്ടുന്ന എന്റെ ഉപജീവന മാർഗമാണ്. എനിക്ക് കട തുറന്നേ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എങ്ങനെയെങ്കിലും കട തുറക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. എന്നെ ഇപ്പൊ ഓണമാണ്, 2 ആഴ്ച കൂടുതലായി ഷോപ്പ് അയാൾ ഇങ്ങനെ പൂട്ടിയിട്ടിട്ട്. ഇങ്ങനെ തുടർന്ന് പോയാൽ എനിക്ക് ജീവിക്കണ്ടേ? ഇവിടെ പാവങ്ങൾക്ക് ജീവിക്കണ്ടേ? പണമുള്ളവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? അയാളുടെ കാശിന്റെ ഹുങ്കും രാഷ്ട്രീയക്കാരുടെ ബലവും വെച്ചിട്ടായി കളിക്കുന്നത്. ഞാൻ സാധാരണക്കാരെയാണ്, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. എന്റെ ഹസ്ബൻഡ് നാട്ടിലില്ല, വിദേശിയാണ്. ഞാനൊരു പ്രവാസിയുടെ ഭാര്യയാണ്. എനിക്കിത് വേറെ ആർക്കും പറയാൻ പറ്റില്ല. എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ, അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ആത്മഹത്യയുടെ വക്കിലാണ് സത്യം. ഞാൻ 2 മക്കളെ പഠിപ്പിക്കണം, എല്ലാം കൊണ്ട് ഞാൻ വലിയ ബുദ്ധിമുട്ടിലാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. നാട്ടുകാരോ അല്ലെങ്കിൽ വേറെ ആരും ഇതിന്റെ സപ്പോർട്ടോ അല്ലെങ്കിൽ സംസാരിച്ചു ഒന്നും ചെയ്തില്ല? ഇല്ല. ആരും ഇവിടെ ഉള്ളവർക്ക്, ഞാൻ ഇവിടെ ഉള്ളല്ലോ, ഞാൻ വേറെ സ്ഥലത്തുനിന്ന് വന്ന് ഷോപ്പ് ഇവിടെ ഇട്ടേക്കുന്നല്ലേ. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഉള്ളവരൊക്കെ എന്ത് പറയുന്നു, ഇവിടെ ഉള്ളവരെ നോക്കേണ്ട കാര്യമില്ല, മനസ്സിലായില്ലേ? ഇവിടെ ഉള്ളവര് നല്ല ഫുഡായതുകൊണ്ടാവാം വന്ന് വാങ്ങാറുണ്ട്. എനിക്ക് അത്യാവശ്യം സെയിലുണ്ട്, ഉള്ളതാണ്. അപ്പൊ നാട്ടുകാരെ ഞാൻ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ ഉപജീവന മാർഗം നടക്കണം, അത്രേ ഉള്ളൂ. എന്തിനാണ് ഓണർ ഇങ്ങനെ ഒരു ചെയ്യുന്നതാണ്? എനിക്കറിയില്ല, മറ്റുള്ളവരുടെ പ്രേരണ ആയിരിക്കാം. എന്ത് പ്രേരണയാണ് ഉദ്ദേശിക്കുന്നത്? ഷോപ്പ് എടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും വ്യക്തിപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്നോടുണ്ടായിരിക്കാം.
അത് ഇയാളെ കൊണ്ട് മുതലാക്കിക്കും അത്ര, അതാണ് എനിക്ക് ഫീൽ ആവുന്നത്. അങ്ങനെയാണ് ഫീൽ ആവുന്നത്. എനിക്ക് കട തുറക്കാം, കട തുറക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പാടില്ല. വെള്ളമോ കറണ്ടോ ഒന്നും കട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ കട തുറന്ന് പ്രവർത്തിക്കാം. കോടതിയിൽ നിന്ന് അവസാനമായൊരു വിധി ഉണ്ടാവുന്നത് വരേക്കും കട തുറന്ന് പ്രവർത്തിക്കുന്നതിലേക്കുള്ള വിധിയാണ്. എനിക്ക് 21-ാം തീയതി ആയ വിധിയാണ്. ഇതിന്മേൽ ഞാൻ പല പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിട്ടും എനിക്ക് ഒരു 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 അവരുടെ ഭാഗത്തുനിന്ന് ഒരു നീതിയും എനിക്ക് ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ മീഡിയയെ അറിയിക്കേണ്ടി വന്നതിന്റെ പ്രധാന കാരണം തന്നെ അതാണ്. ഒരു കോടതി വിധി, കോടതിയെ ലംഘിച്ചുകൊണ്ട് വീണ്ടും തുറന്നു തരാതിരിക്കുക, ഷോപ്പ് മനഃപൂർവ്വമായി പൂട്ടിയിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതിക്രമിച്ചിട്ടാണോ ഷോപ്പ് പൂട്ടിയിട്ട്? അതെ, അയാള് എന്റെ കടയുടെ പുറകിലെ ഭാഗത്തുള്ള ഡോറ് ഞാൻ പൂട്ടിയിരുന്ന ഡോറാണ്. ആ ഡോറിനെ അയാൾ കുത്തി തുറന്ന് അകത്ത് കയറി, പിന്നെ കടയുടെ അകത്തുനിന്ന് പൂട്ടി. കടയുടെ അകത്തുനിന്നും പൂട്ടി. ഞാൻ ദിവസം വ്യാഴാഴ്ച രാവിലെ തുറക്കാൻ വന്നപ്പോൾ പുറത്തുനിന്നും പൂട്ടിട്ടിരിക്കുന്നു. കടയുടെ അകത്തുനിന്നൊക്കെ അതിക്രമിച്ച് കയറാന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെ കള്ളന്മാർ ചെയ്യുന്നത് പോലെയാണ്. അയാളുടെ എക്സ് മിലിറ്ററിക്കാരനാണ്. അപ്പൊ ഒരു ഇതുപോലെ ഒരു പദവിയിൽ ഇരുന്ന ഒരാള് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അയാൾക്ക് എത്ര വിവരമില്ലായ്മയാണ് അയാൾ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായില്ലേ? നമ്മള് പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു നിവർത്തിയില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ ഒരു സപ്പോർട്ടും ഉണ്ടാവുന്നില്ല. അതാണ് മെയിൻ ആയിട്ട് വിഷമിപ്പിക്കുന്ന കാര്യം. അതാണ് കോടതി വിധി ഉണ്ടായിട്ടും കോടതി വിധി ഉണ്ടായിട്ട് പോലും പോലീസുകാർ എന്റെ മുന്നിൽ വെച്ച് ഷോ എന്നോണം അവരെടുത്ത് വിളിച്ച് സംസാരിച്ചു. തുറന്നു കൊടുക്കണം. അവര് തുറന്ന് തന്നില്ല എങ്കിൽ തുറന്ന് തരിയിപ്പിക്കേണ്ട നടപടി ഇവരെടുക്കണം. അതല്ലേ പോലീസ് ഒരു നീതി നേടിത്തരാന്നുള്ളത് പോലീസുകാരുടെ ചുമതലയല്ലേ? അപ്പൊ അവരത് ചെയ്യുന്നില്ല. അവർ ആർക്ക് വേണ്ടി ആണോ? ഇതിനകത്ത് വലിയ രീതിയിൽ രാഷ്ട്രീയ കളി നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ രാഷ്ട്രീയ കളി നടക്കുന്നുണ്ട്. എനിക്ക് അതാണ് മെയിൻ ആയിട്ട് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം. നല്ല രീതിയിൽ രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. പോലീസുകാരടുത്ത് ചോദിക്കുമ്പോൾ അവർക്കൊന്നുമില്ല, അവർക്കൊന്നും അറിയില്ല. കോടതി വിധി വരട്ടെ, കോടതി വിധി വരട്ടെ. കോടതി വിധി വന്നാൽ ആർക്കാണോ അനുകൂലമായിട്ട് വിധി വരുന്നത് ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കുമെന്ന് അരുവിക്കര CI എന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. കോടതി വിധിയും കൊണ്ട് ചെന്നപ്പോ പുള്ളിക്കാരനൊന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് സഫീല, അത് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അയാളടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് തുറന്നു തരാൻ. അയാള് വിളിച്ച് പറഞ്ഞിട്ട് അയാൾ തുറന്നു തന്നില്ലെങ്കിൽ തുറന്നു തരാനുള്ള നടപടി ഇവിടെ എടുക്കണം. അതല്ലേ പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇല്ല, എനിക്ക് ആരുമായിട്ടും അങ്ങനെ വലിയ പിടിപാടെന്നുള്ള കൂട്ടത്തില്ല. അതുകൊണ്ടല്ലേ ഇവർ ഇങ്ങനെ ഇട്ട് ചവിട്ടി തേക്കുന്നത്. ഞാനൊരു സാധാരണക്കാരിയാണ്, മനസ്സിലായില്ലേ? ഞാൻ എന്റെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഒരു തൊഴിൽ ചെയ്ത് എല്ലാവരും പറയുന്നു സ്ത്രീകൾ മുന്നോട്ട് വരണം, സ്ത്രീകളുടെ സ്വയം തൊഴിൽ കണ്ടെത്തണം. സ്ത്രീകൾ സ്വയം തൊഴിൽ കണ്ടെത്തി ഇറങ്ങുമ്പോ ഇതാണ് അവസ്ഥ. പിന്നെ എന്ത് ചെയ്യും? പിന്നെ എങ്ങനെ ജീവിക്കും? ഇവിടെ ജീവിക്കണ്ടേ? സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ? കയ്യിൽ കാശുള്ളവന് മാത്രം ജീവിച്ചാൽ മതിയോ? എന്ത് വൃത്തിയായിട്ട സ്വഭാവമാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഞാൻ സാവകാശമല്ലേ ചോദിച്ചുള്ളൂ. എനിക്ക് വേറൊരു സ്ഥലം കിട്ടുന്നത് വരെ ഒരു സാവകാശം മാത്രമാണ് ഞാൻ ചോദിച്ചത്. അത് ഇവർക്ക് തരാൻ പറ്റില്ലെങ്കിൽ എനിക്കിവിടുന്ന് ഞാനിവിടെ ചെലവാക്കിയ കാശ് തരട്ടെ. അല്ലെങ്കിൽ രണ്ടിനും അയാൾ തയ്യാറല്ല. അത്രയ്ക്കും വേണ്ടി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അത് ഭൂകമ്പമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അതിനും വേണ്ടിയിട്ട്. എനിക്ക് ഒന്നുകിൽ സാവകാശം, അതിനാണ് ഞാൻ കോടതിയിൽ പോയത്. എനിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോടതിയിൽ പോയത്. കോടതിയിൽ നിന്നും കിട്ടിയ കോടതിയെ പോലും വില കൽപ്പിക്കുന്നില്ല. പോലീസും ഇയാളെ എക്സ് മിലിറ്ററി എന്ന് പറയുന്നു. എനിക്കറിയില്ല ഇയാൾക്ക് അവിടെ എന്തായിരുന്നു പോസ്റ്റ് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഒരു എക്സ് മിലിറ്ററിക്കാരനായിരുന്ന ആളുടെ ഭാഗത്തുനിന്നും ഇങ്ങനെയാണോ ഒരു സർക്കാരിന് മറുപടിയായിട്ട് കിട്ടേണ്ടത്? ഇങ്ങനെയാണോ ഇവര് ചെയ്യേണ്ടത്? ഇല്ല, മുന്നോട്ട് നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഇപ്പൊ അരുവിക്കര സ്റ്റേഷൻ മാത്രമല്ലല്ലോ അവസാനത്തെ പോകുമ്പഴി, വേറെയും വഴികളുണ്ടല്ലോ. ഞാൻ നിയമപരമായി മുന്നോട്ട് പോകുന്നത്. എനിക്കിത് തുറന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ നിവർത്തിയുള്ളൂ. എനിക്ക് ജീവിക്കാൻ വേറെ നിവർത്തിയില്ല. ഇവിടെ സംഭവിച്ചത് എന്തായിരുന്നു? ആരാണ് ഓണറിന്റെ ഭാര്യയാണ് ഇവിടെ വന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് മാഡത്തിന്റെ ഫോട്ടോ ഉൾപ്പെടെ എടുത്തിട്ട് പോയത്. ഓണറിന്റെ പേര് ശശികുമാർ എന്നാണ്. അയാളുടെ കൂടെ നിന്നത് ഇവിടെ ഉള്ളൊരു വ്യക്തിയാണ്. അയാൾക്ക് എന്നോട് വ്യക്തിപരമായ എന്തൊക്കെയോ വൈരാഗ്യമുണ്ട്. ചിലർ ചേർന്ന് ഈ ഓണറെടുത്ത് കച്ച കെട്ടിച്ചിട്ട് എന്നെ മാറ്റിവിടാൻ ശ്രമിക്കുന്നതാണ്. വ്യക്തിവൈരാഗ്യം എന്തിന്റെ പേരിലാണ്? എനിക്കറിയില്ല. ഷോപ്പിൽ വന്നിട്ടുണ്ടെന്നോ സാധനം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇയാളുടെ പേര് ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ട് അരുവിക്കര സ്റ്റേഷനിൽ. എന്റെ അടുത്ത് മോശം സംസാരിച്ചു ഇയാള്. ഫിസിക്കലി എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചതിന്റെ പേരിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അന്ന് തെളിവില്ലാത്തതിന്റെ പേരിൽ ഇയാളുടെ പേരിൽ കേസ് എടുക്കാൻ പറ്റില്ലെന്ന് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിരുന്നു. ശരി പോട്ടെ, കേസ് എടുക്കാൻ പറ്റില്ല. അയാളുടെ അന്ന് പറഞ്ഞു വിലക്ക് വിട്ടു. ഇനി മേലിൽ
അവരുടെ കടയുടെ ഫ്രണ്ടിലോ കടയിലോ പോകരുത് എന്ന് പറഞ്ഞ് വിലക്കി വിട്ടു. അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അയാൾ മനഃപൂർവ്വം രാഷ്ട്രീയക്കാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്ന ജോലിയാണ് ഇത്. അത്രയും എല്ലാത്തിനും നിയമം അതിന്റെ രീതിക്ക് തന്നെ പോകണ്ടേ? ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? കോടതിക്ക് ഒരുമാതിരി പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് കോടതിയിൽ നിന്ന് വിധി വന്നിട്ട് പോലും ഒരുമാതിരി പട്ടി ഇതിങ്ങനെ പറയാൻ പറ്റുള്ളൂ. പട്ടി വിലയാണ് കൊടുക്കുന്നത് ഈ പോലീസുകാര്. പട്ടി വിലയാണ് കൊടുക്കുന്നത്. കോടതിയിൽ നിന്ന് വിധി കൊണ്ടുവന്നാൽ CI പറഞ്ഞായിരുന്നു, ഒരാഴ്ച മുന്നേ CI പറഞ്ഞായിരുന്നു കോംപ്രമൈസിന് പോയപ്പോ, നിങ്ങൾ കോടതിയിൽ നിന്ന് നിങ്ങൾക്കാണ് അനുകൂലമായിട്ട് വിധി വരുന്നതെങ്കിൽ ഞങ്ങൾ തീർച്ചയായും കട തുറന്നു തരാനുള്ള സംവിധാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞതാണ്. അപ്പോ കോടതിയിൽ നിന്ന് വിധി കൊണ്ടുവന്നപ്പോൾ അയാൾ അയാളോട് പറഞ്ഞിട്ടുണ്ട്, അയാൾ പ്രതികരിക്കാത്തതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. ഒരു സ്ഥലം CI പറയുന്ന കാര്യമാണോ? അപ്പൊ പിന്നെ ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തലസ്ഥാനത്ത് വീണ്ടും ഒരു വീട്ടമ്മയുടെ വേദനയാണ് നമ്മൾ ചർച്ചയാക്കുന്നത്. കാച്ചാനിയിൽ ഒരു ഹോട്ടൽ നടത്തുകയായിരുന്നു ഈ വീട്ടമ്മ. കഴിഞ്ഞ 3 വർഷത്തോളമായി ഇവിടെ ഹോട്ടൽ നടത്തുകയായിരുന്നു. എന്നാൽ അതിനിടയിലാണ് ചില പ്രശ്നങ്ങൾ ഈ വീട്ടമ്മയെ ബാധിച്ചത്. അതുമായി ബന്ധപ്പെട്ടപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് വിധി ലഭിച്ചിട്ട് പോലും പോലീസ് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരു രീതിയിലാണ് ചർച്ചകൾ പോകുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഉടനെ തന്നെ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ക്യാമറാമാൻ അശ്വിനൊപ്പം വിസ്മയ വെങ്കടേഷ്.